നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കളത്ര SDPY സെൻട്രൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷിക സമ്മേളനം GPC നായർ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും സമുന്നത കോൺഗ്രസ് നേതാവുമായിരുന്ന K. കരുണാകരന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ സമ്മേളനം നടന്നു. ക്രിസ്മസ് ആഗതമായതോടെ നാടും നഗരവും ക്രിസ്മസ് ലഹരിയിലായി. വീടും സ്ഥാപനങ്ങളും കൊടിതോരണങ്ങളും വർണ്ണവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചും പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയുമാണ് നാടുകളിൽ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. മദർ തെരേസ ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സംഗമം നടന്നു. നസ്രത്ത് പള്ളി വികാരി ഫാദർ ജോർജ് എടയെഴുത്ത് കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊച്ചി തുറമുഖത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി J. മേഴ്സിക്കുട്ടിയമ്മ ആവശ്യപ്പെട്ടു. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. സമ്മേളനത്തിൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് K. ചന്ദ്രൻപിള്ള അധ്യക്ഷനായി. പ്രതിസന്ധിയിലായ കൊച്ചി തുറമുഖത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. രാജ്യത്തെ തൊഴിൽ മേഖല അപ്പാടെ കരാർവൽക്കരിക്കുന്നതിലൂടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ചൂഷണം ചെയ്യുകയാണ്. ഇത് രാജ്യത്തിന്റെ മാനവശേഷിയെ ക്ഷയിപ്പിക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ കുറ്റപ്പെടുത്തി. അത്യന്തം സാർവദേശീയമായും ദേശീയമായും ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായി വളരെ ഭംഗിയായി തന്നെ ഈ സാഹചര്യങ്ങളെ വിവരിച്ചുകൊണ്ടാണ് കൊച്ചിൻ പോർട്ട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ എന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥയിലെ സുരക്ഷിതമാകൂ എന്നതായിരുന്നു ലോകത്തെ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും കൂടെ ചേർന്നപ്പോൾ അവരത് വല്ലാതെ മുറവിളി കൊണ്ടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? CPEO പ്രസിഡന്റും CPIM സംസ്ഥാന സമിതി അംഗവുമായ K. ചന്ദ്രൻപിള്ള സമ്മേളനത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CD. നന്ദകുമാർ, PB. മുത്തു, PB. ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. പ്രകടനത്തിന് K. ചന്ദ്രൻപിള്ള, CD. നന്ദകുമാർ, NR. രാധ, PB. മുത്തു, PB. ശിവപ്രസാദ്, VC. തിരുമേനി, VK. സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPEOയുടെ പുതിയ പ്രസിഡന്റായി K. ചന്ദ്രൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി CD. നന്ദകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കളത്ര SDPY സെൻട്രൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷിക സമ്മേളനം GPC നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഭാരതി P. മേനോൻ പതാക ഉയർത്തി. ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SDPY സെൻട്രൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഭാരതി P. മേനോൻ പതാക ഉയർത്തി. സമ്മേളനം ഡോക്ടർ GPC നായർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ ഞാൻ അറിയിക്കുന്നത് എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളത്. ഇവിടെ കുട്ടികൾ മാത്രമുള്ള സദസ്സാണ്, അത് പേരൻസ് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചത്. ഇവിടെ വന്ന് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച കാലത്തെ പറ്റി ഓർമ്മ. അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനൊരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ ആ ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇത്ര മനോഹരമായ വേഷങ്ങളൊന്നുമില്ല. മനോഹരമൊന്നല്ല. ശ്രീധർമ്മ പരിപാലന യോഗം പ്രസിഡന്റ് CP. അനിൽകുമാർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ PK. അയ്യപ്പൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ R. ത്യാഗരാജൻ, കൗൺസിലർ അഡ്വക്കേറ്റ് ഷൈമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ. ലീനസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് കലാപരിപാടികളും നടന്നു. മുൻ മുഖ്യമന്ത്രിയും സമുന്നത കോൺഗ്രസ് നേതാവുമായിരുന്ന K. കരുണാകരന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ സമ്മേളനം നടന്നു. K. കരുണാകരന്റെ ചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോപ്പുംപടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴുത്തുമുട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനവും സർവമത പ്രാർത്ഥനയും നടന്നു. KPCC ജനറൽ സെക്രട്ടറി N. വേണുഗോപാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
നമ്മളുടെ മുന്നിൽ നിന്ന് നടന്നു പോകുന്ന വഴിക്ക് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനെ കാണുമ്പോൾ നിന്ന് ഒന്ന് ചിരിച്ച് കണ്ണിറുക്കി കാണിക്കുന്ന കെ കരുണാകരനെ അതൊരു ഫോട്ടോ പോലെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കെ കരുണാകരനെ പോലെ ദീർഘ വീക്ഷണമുണ്ടായിരുന്ന ഒരു നേതാവ് ഞാനിപ്പോഴും ഓർക്കുന്നു. 1991 മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു നമ്മുടെ ചേംബറിൻ്റെ ഫെഡറേഷനുകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വെല്ലിംഗ്ടൺ ഐലൻഡിൽ അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് PX ജെയിംസ് അധ്യക്ഷനായി. KK കുഞ്ഞച്ചൻ, അഡ്വക്കേറ്റ് ജോസി സേവ്യർ, PK റഹീം, പ്രദീപ് മാനാശ്ശേരി, CX ജൂഡ്, തോലോ ആന്റണി, സുമിത് ജോസഫ് തുടങ്ങിയവർ കെ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ പള്ളുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BOT പാലത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സമ്മേളനം N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് AS ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ കരുണാകരനെ അനുസ്മരിച്ചു. പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. KPCC ജനറൽ സെക്രട്ടറി N വേണുഗോപാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുകയും തൊഴിലാളികളുടെ ഇഷ്ടക്കാരനായി വളർന്നു വരികയും കോൺഗ്രസിന്റെ നേതാവായി ലീഡർ എന്ന് കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവും ഒരു ഭരണാധികാരിയും മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ വ്യാവസായിക മന്ത്രിയുമായിരുന്നു കൊണ്ട് അദ്ദേഹം കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്ത 100 നേട്ടങ്ങൾ നമ്മൾ ഇപ്പോഴും ഓർക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക്, കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പരിവർത്തനങ്ങൾക്ക്, കേരളത്തിന്റെ സാമൂഹ്യ AICC അംഗം NK ലത്തീഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രശസ്തനായ സാഹിത്യകാരൻ ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു മെലിഞ്ഞ മെഴുകുതിരിയാണ്, അത് തീപ്പന്തമാണ്. അതൊന്നുകൂടി കത്തി ജ്വലിപ്പിച്ച് വേണം എനിക്ക് എൻ്റെ അടുത്ത തലമുറയെ ഏൽപ്പിക്കാൻ. അങ്ങനെ തൻ്റെ ജീവിതം കത്തി ജ്വലിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടാണ് നമ്മുടെ വീര നേതാവ് കെ കരുണാകരൻ, R ത്യാഗരാജൻ, തമ്പി സുബ്രഹ്മണ്യൻ, വിൻസെന്റ് ഫെർണാണ്ടസ്, Z മൻസൂർ, VJ ജേക്കബ്, CX ജൂഡ്, VJ ബെർലി, PK റഹീം, TP മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പള്ളുരുത്തി സെൻട്രൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ പരിപാടി നഗരസഭാ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനോദ് തമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ജിനീഷ്, എത്രയും പ്രിയ നിറഞ്ഞ സഹപ്രവർത്തകരെ, കേരള രാഷ്ട്രീയത്തിൻ്റെ യുഗപുരുഷനെന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ 1ാം ചരമവാർഷിക ദിനം ഇന്ന് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ആചരിക്കുകയാണ്. നമുക്കറിയാം, ലീഡറിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിക്ക് ശേഷവും ഇത്രയധികം വിപുലമായ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ചരമവാർഷിക ദിനം ആചരിക്കുന്നുണ്ടെങ്കിൽ അത് ലീഡറിൻ്റെ ചരമവാർഷിക ദിനമായി ഇന്ന് ചരിത്രത്തിൽ മാറാൻ പോവുകയാണ്. അത്തരത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലീഡറിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുന്നു. കോൺഗ്രസ് ഇടക്കൊച്ചി ബ്ലോക്ക് പ്രസിഡന്റ് ബേസിൽ മൈലന്തറ, KR മണി, MB പ്രഹ്ലാദൻ, മധു വാർമയിൽ, ജോസഫ് ജിനീഷ്, AJ ജെയിംസ്, VC ഉദയൻ, രാജേഷ്, S ബാബു, VV ഉല്ലാസകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ പള്ളുരുത്തി അനാഥാലയത്തിൽ പ്രഭാത ഭക്ഷണവും നൽകി. ക്രിസ്മസ് ആഗതമായതോടെ നാടും നഗരവും ക്രിസ്മസ് ലഹരിയിലായി. വീടും സ്ഥാപനങ്ങളും കൊടിതോരണങ്ങളും വർണ്ണവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചും പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയുമാണ് നാടെങ്ങും ക്രിസ്മസിനെ വരവേൽക്കുന്നത്. യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒരുങ്ങിക്കഴിഞ്ഞു. ജാതിക്കും മതത്തിനും അതീതമായി മാനവജനത ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ്. നാടും നഗരവും ഒരുപോലെയാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നത്. വീടുകളും സ്ഥാപനങ്ങളും ഒരുപോലെ വർണ്ണാഭമാവുന്ന കാലമാണ് ക്രിസ്മസ് കാലം.
കൊടിതോരണങ്ങളാലും നക്ഷത്രങ്ങളാലും അലങ്കരിച്ച് വർണ്ണവിളക്കുകൾ തൂക്കിയാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ക്രിസ്മസ് ട്രീ ഒരുക്കിയും ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും നറുക്കെടുപ്പിലൂടെ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടെത്തി പരസ്പരം സമ്മാനങ്ങൾ നൽകും. തോപ്പുംപടിയിലെ ഹെർ ചോയ്സിൽ ഒത്തുകൂടിയ വനിതകൾ കേക്ക് മുറിച്ചും പരസ്പരം സമ്മാനങ്ങൾ നൽകിയും ആശംസകൾ നേർന്നുമാണ് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കാളികളായത്. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ക്രിസ്മസിന്റെ മധുരം പങ്കിടുന്നതോടൊപ്പം സ്നേഹവിരുന്നിലും പങ്കാളികളായി. കെ കരുണാകരൻ സ്മാരക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി സ്റ്റാച്യു ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. ലീഡർ കെ കരുണാകരന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കരുണാകരൻ സ്മാരക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. AICC അംഗം NK ലത്തീഫ് കെ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. ശ്രീ കെ കരുണാകരന് ലീഡർ എന്ന ബഹുമതി ലഭിക്കുന്നത് 1967 1967 കേരള നിയമസഭയിലേക്ക് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചവർ ആകെ 11 പേരാണ്. ആ 11 പേരുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ കെ കരുണാകരനാണ്. അന്ന് കരുണാകരനെ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാനമായ കാരണം കോൺഗ്രസ് പരാജയത്തിൻ്റെ പടുകുഴിയിൽ എത്തിയ ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് ആ പടുകുഴിയിൽ നിന്നും പാർട്ടിയെ പുറത്തു കൊണ്ടുവന്നു. ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ കുട്ടപ്പൻ, മുഹമ്മദ് ജെറീസ് എന്നിവർ സംസാരിച്ചു. EJ ഡാനി, KB ജബ്ബാർ, PK റഹീം, സനീം മനക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മദർ തെരേസ ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സംഗമം നടന്നു. നാസറത്ത് പള്ളി വികാരി ഫാദർ ജോർജ് എടയെഴുത്ത് കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മദർ തെരേസ ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്രിസ്മസ് സംഗമം ഫാദർ ജോർജ് എടയെഴുത്ത് കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സാധിക്കുന്നത് ക്രിസ്മസിന് തന്നെ സന്ദേശമാണ്. ബൈബിളിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗോസ്പൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സുവിശേഷമാണ് ബൈബിൾ. ഈ ബൈബിളിനെ യാഥാർത്ഥ്യമാക്കിയ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് കാണിച്ചു തന്നതാണ് മദർ തെരേസയുടെ ജീവിതം. ആയതുകൊണ്ട് സ്നേഹത്തിന്റെ സുവിശേഷം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ സംഭവിക്കുന്നതാണ് മദർ തെരേസയുടെ വേഷത്തിലെത്തിയ ഒരു കൊച്ചുമിടുക്കിക്കാണ് ഫാദർ ക്രിസ്മസ് മധുരം സമ്മാനിച്ചത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഗ്ലോബൽ ഫൗണ്ടേഷൻ ചെയർമാൻ VJ ഹൈസിന്ത് അധ്യക്ഷനായി. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് കരുണാലയം സുപ്പീരിയർ ബ്രദർ വർഗീസ്, സിസ്റ്റർ ഏഞ്ചൽ, VA എൻട്രീറ്റ, ശോഭ ആന്റണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.